ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എടുക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ട ആംപ്ലിഫയർ സർക്യൂട്ടുകളിൽ നിന്ന് സ്വല്പം വ്യത്യസ്തമായിട്ടുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ പല വിധത്തിലുള്ള ആംപ്ലിഫയേഴ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടത്തി. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, RC കപ്പിൾഡ് ആംപ്ലിഫയർ, ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ആംപ്ലിഫയർ, DC ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ, ഈ വിധത്തിലുള്ള ആംപ്ലിഫിക്കേഷൻസ് വരുന്ന ആംപ്ലിഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാവുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെറിയൊരു വേരിയേഷൻസ് വരുത്തിയിട്ടുള്ള ആംപ്ലിഫയറിൻ്റെയാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. ആ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൽ എന്താണെന്നുള്ളതാണ്. ബിഫോർ ദാറ്റ് ലെറ്റ് us think about the idea concept of feedback. What do you mean by feedback? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കേസുകളാണ് സെമിനാറുകളോ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ ഫീഡ്ബാക്ക് സെഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്. എന്താണ് ഫീഡ്ബാക്ക് സെഷൻ? ഒരു ക്ലാസ് എടുത്തു അല്ലെങ്കിൽ ഒരു സെമിനാർ നടത്തി, ഈ സെമിനാറിൻ്റെ ലാസ്റ്റ് വൈൻഡിങ് അപ്പ് ഇതിൽ വരുന്ന സമയത്ത് വരുന്നതാണ് ആ ക്ലാസ്സിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ, ആ ക്ലാസ്സിനെ കുറിച്ചുള്ള അനാലിസിസ്. ഇത് പറഞ്ഞ് അതിനെ ബേസ് ചെയ്ത് ഈ റിസോഴ്സ് പേഴ്സൺ അടക്കം കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് സെഷൻ ഏത് സെമിനാറുകൾക്കായാലും ഏത് വെബിനാറുകൾക്കായാലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആ സെമിനാറുകളുടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫീഡ്ബാക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയും ആ ക്ലാസ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ടോക്ക് സബ്ജക്റ്റ് കണ്ടൻറ്റ് പോരാ, അതല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഭംഗിയായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്ത് പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്തൊക്കെയാണ് പോരായ്മകൾ വന്നിരിക്കുന്നത്, എന്തൊക്കെയാണത് വരുന്നത്? ഒരുപക്ഷെ നമ്മൾ നേരെ മറിച്ച് പറയും ഈ ക്ലാസ് വളരെ അടിപൊളിയാണ്, സൂപ്പറായിട്ടുള്ള ക്ലാസ്സാണ്, ഏറ്റവും ഇതുവരെ ജീവിതത്തിൽ ഇതിനേക്കാളും നല്ല ക്ലാസ്സുകൾ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് ആകാശത്തോളം വാനോളം പുകഴ്ത്തി പറയാൻ സാധിക്കും. ഇങ്ങനെ ആ ക്ലാസ്സിനെക്കുറിച്ച് ആ സെമിനാറിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ടോ അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ടോ പറയാൻ സാധിക്കും. അപ്പോൾ ഒരു ഫീഡ്ബാക്ക് സെഷനിൽ ഈ വിധത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ ഫീഡ്ബാക്കുകളെ നമുക്ക് ഇലക്ട്രോണിക്സിലേക്ക് എങ്ങനെ മാറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. വളരെ മോശമാണ് അല്ലെങ്കിൽ വളരെ പോരായ്മകൾ മാത്രം പറയുന്ന അല്ലെങ്കിൽ ആ വിധത്തിൽ പറയുന്നത് എനിക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രെറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. വളരെ ഭംഗിയായിട്ട് നമുക്ക് പറയുന്ന കേസുകൾ, അതിനെ പുകഴ്ത്തി അങ്ങോട്ട് ആകാശത്തോളം പുകഴ്ത്തുന്ന കേസുകൾ നമുക്ക് പറയാൻ സാധിക്കുക. അതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നതിന് രണ്ട് വിധത്തിലേക്ക്, രണ്ട് ക്ലാസിഫിക്കേഷൻ, രണ്ട് ഗ്രൂപ്പിലേക്ക് നമുക്ക് പെടുത്താൻ സാധിക്കും. ഒന്ന് നെഗറ്റീവ് ഫീഡ്ബാക്ക്, മറ്റേത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഈ രണ്ട് ഫീഡ്ബാക്കുകളും നമ്മുടെ ഇലക്ട്രോണിക് ആംപ്ലിഫയേഴ്സിൻ്റെ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതാണ്. ആംപ്ലിഫയേഴ്സ് നമുക്കറിയാം, ഏതെങ്കിലും ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരുന്നു. 10 വോൾട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് 1000 വോൾട്ട് ആക്കുന്നു, അല്ലെങ്കിൽ 1 മില്ലി വോൾട്ട് കൊടുക്കുന്നു, അതിന് 1000 മില്ലി വോൾട്ടാക്കി മാറ്റുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട്. ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ട്രാൻസിസ്റ്ററും അതിൻ്റെ ഓക്സിലറി കമ്പോണൻസ് എല്ലാം ചേർത്ത് ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ കളക്ടർ സർക്യൂട്ടിൽ ലോഡിലേക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ. ആ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് വേറൊരു ട്രാൻസിസ്റ്ററും അതിൻ്റെ ഓക്സിലറി കമ്പോണൻസിൻ്റെ ഉള്ളിലേക്ക് കൊടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളതിനെ പറയും 2 സ്റ്റേജ് ആംപ്ലിഫയർ. അങ്ങനെ ആംപ്ലിഫയേഴ്സ് നമുക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആക്കാം. എനിവേ, ഇങ്ങനെ കൊടുക്കുന്ന ആംപ്ലിഫയേഴ്സിൽ ഫീഡ്ബാക്കിൻ്റെ റെലവൻസ് എന്താണ്? ആ ഫീഡ്ബാക്കിൻ്റെ റെലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടിയിരിക്കുന്ന വോൾട്ടേജ്, കിട്ടിയിരിക്കുന്ന കറൻറ്റ്, അതിൻ്റെ ഒരു ഫ്രാക്ഷൻ എടുത്ത്, ഒരു പോർഷൻ എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുക. എ ഫ്രാക്ഷൻ ഓഫ് ദി ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ബാക്ക് ആൻഡ് ഗിവൺ ടു ദ ഇൻപുട്ട് ഓഫ് ദി transistor amplifier. That concept is called feeding back or feedback. A fraction of this one, that fraction is given to the input of the signal. അവിടേക്ക് കൊടുക്കുന്നു. ഈ കൊടുക്കുന്നതിനെ ബേസ് ചെയ്ത് അതിന് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് പറയാൻ സാധിക്കും. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ, ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ദെയർ ഈസ് എ ഫേസ് റിവേഴ്സൽ. എന്ത് ഫേസ് റിവേഴ്സൽ? ഇവിടെ കൊടുക്കുന്ന സിഗ്നൽ എങ്ങനെയാണോ ആ സിഗ്നൽ എക്സാക്റ്റ് 180 ഡിഗ്രി ഡിഫറൻസിലാണ് ആംപ്ലിഫൈ ചെയ്തു വരുന്നത്.
ഈ സിഗ്നലിനെ ഇതുപോലെ ആംപ്ലിഫൈ ചെയ്ത് വരുന്നു. ദർ ഈസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് 180 ഡിഗ്രി ഓർ ദർ ഈസ് എ ഫേസ് റിവേഴ്സൽ. ആ സിഗ്നലിൻ്റെ ഒരു ഫ്രാക്ഷൻ എടുത്താണ് നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നത്? ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യപ്പെടും. ഡിഫറൻസ് ആയിരിക്കും ആക്ച്വലി ആ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് പോവുക. അങ്ങനെ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇഫ് ദിസ് ഈസ് ഓഫ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്, ഇഫ് ദ ഫ്രാക്ഷൻ നാച്ചുറലി ദ ഫ്രാക്ഷൻ വിൽ ബി 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്, ആ ഔട്ട്പുട്ട് ആ ഫ്രാക്ഷൻ എടുത്ത, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഫ്രാക്ഷനാണ്, ഈ ഫ്രാക്ഷൻ എടുത്ത് സിഗ്നലിലേക്ക് കൊടുക്കുമ്പോൾ, ഇൻപുട്ടിലേക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സബ്ട്രാക്റ്റ് ചെയ്യപ്പെടും. ഓർ ദ ഇൻപുട്ട്, ദ റിസൾട്ടൻ്റ് ഇൻപുട്ട് വിൽ ബി ലെസ് ദാൻ ദ പ്രീവിയസ് ഇൻപുട്ട്. ദാറ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ജസ്റ്റ് ഉൾട്ട ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ റിവേഴ്സൽ നടത്തിയ ഇൻപുട്ടിന് ഒന്നുകൂടി തലതിരിക്കുന്നു. ഒന്നുകൂടി 180 ഡിഗ്രി ഡിഫറൻസ് വന്നാൽ ടോട്ടൽ ഡിഫറൻസ് 360 ആയി. ഓർ യു ക്യാൻ സേ ഇറ്റ് ഈസ് 0 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഓർ ഹാവിങ് ദ സെയിം ഫേസ്. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണ്, സെയിം ടൈപ്പിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഇവിടേക്ക് കൊടുത്തപ്പോഴും ഇതുപോലെ തന്നെ കിട്ടുകയാണ്. ദാറ്റ് മീൻസ് ദ ഫ്രാക്ഷൻ വിൽ ബി ആഡഡ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ. Such feedback is called the positive feedback. Or in short, there are two types of feedbacks. One is the negative feedback. The feedback fraction is out of phase with the signal, or it is subtracted from the previous signal. The other one is we deliberately reverse. Once again we reverse it. 180 degree phase difference. Then again by using some circuits we reverse the phase and having the same phase difference or 360 phase difference. That is called positive feedback. In that case the input will be, the feedback fraction will be added with the input. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഈ രണ്ട് സിറ്റുവേഷൻസിലും നമുക്ക് എന്താണ് പ്രത്യേകതകൾ, അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ ലിറ്ററൽ മീനിങ്ങിൽ പറഞ്ഞിരുന്നു. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞത്? നമ്മൾ ഒരു സെമിനാറിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ പറയുകയും അതിൻ്റെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്യുന്നു, പോരായ്മകളെ പറ്റി പറയുന്നു. പോസിറ്റീവ് എന്ന് പറഞ്ഞാലോ സ്തുതി ആയിട്ട് പറയുന്നു, വളരെ ഭംഗിയാണ്, അടിപൊളിയാണ്, സൂപ്പർബാണെന്ന് പറഞ്ഞ് പറയുന്നു. ഇതിലേതാണ് അൾട്ടിമേറ്റായിട്ട് ഗുണകരമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു ഇതിനെപ്പറ്റി സെമിനാറിനെ കുറിച്ച് അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണ്, ആൻറ്റോ സാറ് ക്ലാസ് എടുക്കുന്നു, അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നില്ല. സംഗതി വാസ്തവമാണെങ്കിൽ പോലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു വാസന കുറഞ്ഞു വരും. ദാറ്റ് മീൻസ് ദ ക്വാളിറ്റി ഓഫ് ദി ക്ലാസ് മേ ബി റെഡ്യൂസ്ഡ്. അതർവൈസ് നെഗറ്റീവാണ്. ഇത്രയും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാനുണ്ട്, അതിൽ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ ടോപ്പിക്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഫാക്ച്വൽ എറേഴ്സ് അല്ലെങ്കിൽ പോരായ്മകൾ പറഞ്ഞാലോ വി വിൽ ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഇൻ ഷോർട്ട് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് അൾട്ടിമേറ്റ്ലി ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ദ സിഗ്നൽ, ക്വാളിറ്റി ഓഫ് ദി ഔട്ട്പുട്ട്. സെയിം കേസ് ഈസ് വിത്ത് ദ ഇലക്ട്രോണിക്സ് സിറ്റുവേഷൻ. Here also negative feedback കൊടുത്തു കഴിഞ്ഞാൽ the quality of the output, even though there is a reduction in the input of the signal, it is subtracted from the previous signal. That means there is a reduction in the input signal. Naturally the gain will be, the output will be reduced. Even though there is a reduction in the output, in the magnitude of the output, the quality of the output will be improved. Quality distortion will be reduced. Quality will be increased. Therefore, we invariably use the negative feedback amplifiers for the practical purposes. For the sound system or anything, we invariably use the negative feedback amplifiers. Even though we have a sacrifice, we have a reduction in the inputs, a reduction in the gain of the transistor amplifier, we
always invariably use the negative feedback amplifier. That is why the heading negative feedback amplifiers. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, അപ്പോൾ നമ്മൾ പറഞ്ഞു അത് സബ്ട്രാക്റ്റ് ചെയ്യപ്പെടുകയാണെന്ന്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. ഒരു ആംപ്ലിഫയർ ഹാവിങ് എ ഗെയിൻ എ വി, ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിരുന്നത് എ വി. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇ ഒ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുകയാണ്, ദ വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് ദി വോൾട്ടേജ്. ചെറിയൊരു ഫ്രാക്ഷൻ ഇങ്ങോട്ടെടുത്ത് ഇവിടേക്ക് കൊടുത്തിരിക്കുന്നു. ദാറ്റ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് ദ വോൾട്ടേജ് ഈസ് ഇ എഫ്. ദാറ്റ് ഇ എഫ് regarding or depending on the value, there is a term called defined the feedback fraction. Feedback fraction means it is the ratio of the feedback voltage to the input voltage, to the output voltage. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എത്ര പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 100-1 എടുത്തിരിക്കുന്നത്, 1000 ചെറിയൊരു പോർഷൻ എടുക്കുന്നുള്ളൂ. ചെറിയൊരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിലും കാര്യമായിട്ടുള്ള കുറവൊന്നും ഫീൽ ചെയ്യില്ല. മുമ്പുണ്ടായിരുന്ന ഔട്ട്പുട്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും വരിക. അപ്പോൾ ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് എടുക്കുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. വി കോൾ ദാറ്റ് വാല്യൂ ആസ് ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ, എം വി സഫിക്സ്. ചിലതിൽ ബീറ്റ എന്നൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എം വി എന്ന് പറഞ്ഞ ടേമാണ്, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ടു ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ആ പാർട്ട് ഞാനൊരു ബ്ലോക്ക് ഡയഗ്രം ഉപയോഗിച്ച് കാണിച്ചിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആക്ച്വൽ സർക്യൂട്ട്. അപ്പോൾ ആ ഫ്രാക്ഷൻ ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഈ ഫ്രാക്ഷൻ കൊടുത്തപ്പോൾ നോക്കി, ഇവിടെ ഞാനൊരു 1 millivolt, ഫോർ എൻ എക്സാമ്പിൾ 1 millivolt ഈസ് ദ ഇൻപുട്ട് ഹിയർ. സപ്പോസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹിയർ ഈസ് 10 volts. You can simply directly easily calculate the gain of the amplifier as 10 divided by 1 millivolt, or this is 10,000. 1 millivolt is converted into volts. ഇതാണ് ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വിത്തൗട്ട് ഫീഡ്ബാക്ക്, ദ ഗെയിൻ. സപ്പോസ് വി ഇൻട്രൊഡ്യൂസ് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുത്താൻ ഇതിൻ്റെ ഒരു ഫ്രാക്ഷൻ നേരെ ഇങ്ങോട്ട് കൊടുത്താൽ മതി. കാരണം 180 ഡിഗ്രി ഓൾറെഡി ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു ഫേസ് ഡിഫറൻസ് നമ്മൾ വരുത്തേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് വരുത്തേണ്ടി വരിക എന്നറിയോ? പോസിറ്റീവ് ഫീഡ്ബാക്കിൽ നമുക്ക് വരുത്തേണ്ടി വരും. പക്ഷേ ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് നോ നീഡ് ഓഫ് ഫർദർ ഫേസ് റിവേഴ്സൽ. Therefore, this is supplied to the input section. Suppose here this value is 100 millivolts. 100 millivolt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എത്രയായിരിക്കും വരിക? ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് 100 ഡിവൈഡഡ് ബൈ 10 volts. ഇവിടെ മില്ലി വോൾട്ടാണ്, ഇൻറ്റു 10⁻⁻3. അപ്പോൾ എത്ര വരും? 0.01 അല്ലേ? 10⁻2 ബൈ 10⁻1.1. എനിവേ 100 ഇൻറ്റു 100 മില്ലി വോൾട്ട് ആണ് വെച്ചിരിക്കുന്നത്. 100 ഇൻറ്റു അപ്പോൾ 10⁻⁻2 ആണ് കേട്ടോ. അപ്പോൾ 0.01 എന്ന് വരും, 10⁻2 എന്ന് വരും. എനിവേ ഇവിടെ നമ്മൾ കൊടുക്കുന്നു 100 മില്ലി വോൾട്ട് കൊടുക്കുന്നു. ചോദ്യം, ഈ 1 മില്ലി വോൾട്ട് ഇവിടെ നിൽക്കണമെങ്കിൽ, ഇതേപോലെ തന്നെ 1 മില്ലി വോൾട്ട് ഇതിൻ്റെ ഇൻപുട്ടിൽ വരണമെങ്കിൽ നമ്മളിവിടെ 101 മില്ലി വോൾട്ട് കൊടുത്താലല്ലേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് നൗ ദ ഇൻപുട്ട് ഈസ് 101 millivolt, not 1 millivolt, because you have to maintain 1 millivolt in the input section. For that 100 millivolt സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ 101 ഉണ്ടെങ്കിൽ ലാസ്റ്റ് 1 കിട്ടുള്ളൂ. അപ്പോൾ യു സപ്ലൈ 101 millivolt or even 1 millivolt നമുക്ക് അവിടെ കിട്ടില്ല, 10 കിട്ടില്ല. 101 millivolt ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ 1 കിട്ടുള്ളൂ. 1 കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ 10 കിട്ടുള്ളൂ. അപ്പോൾ ദാറ്റ് മീൻസ് വെൻ വി അപ്ലൈ എ സിഗ്നൽ ഓഫ് 101 millivolt, യു ഗെറ്റ് ഓർ വി ഗെറ്റ് എത്ര? 10 volts. That is the new gain is 10 divided by 101, or this is around 100. This is noted as AVF. AVF means voltage gain with the feedback, or we call it as the closed loop gain. Closed loop gain. That means
we introduce the negative feedback. The previous case is called open loop gain. No feedback is applied. Then the gain is here for this example, it is 10,000 because when we apply 1 millivolt, you will get a 10 volt in the output section. Therefore, the gain is 10,000. It is called the open loop gain. Here, when we apply 101 millivolts, you will get only 10 volts, or you have to give 101 millivolt for getting 1 millivolt in the input section. Therefore, here is approximately the gain is 100. Naturally, the gain is reduced. അപ്പോൾ ഒരു വോൾട്ടേജ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ ഗെയിൻ കുറവായിരിക്കും, പഴയതിനേക്കാളും കുറവായിരിക്കും. നോക്കൂ, AVF ഈസ് ലെസ് ദാൻ AV. ഫ്രം ദിസ് എക്സാമ്പിൾ you can generate a relation between AVF and AV. For this, think about the numerical, instead of the numerical values, the notations. Here EO is the output. EO എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? AV equal to EO by EI എന്ന് എഴുതാം. The gain without feedback or the open loop gain. But in this case, when we apply the feedback, the negative feedback, EI is shifted, or EI is converted as EG minus MV into EO. EG minus MV into EO. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ AV into EG minus AV into MV into EO equal to EO, or AV into EG equal to EO into 1 plus AV into MV, or EO by EG equal to AV divided by 1 plus MV into AV, or AV into MV. EO by EG is nothing but the present gain. Then now the gain is called as AVF with the feedback. The gain with the feedback, the voltage gain with the feedback, MV into AV. Or the derivation of the expression, simple expression. From this you can say, ഈ ടേം നോക്കിയാൽ ഡിനോമിനേറ്റർ എല്ലായ്പ്പോഴും 1-നേക്കാളും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AVയേക്കാളും കുറവായിരിക്കും AVF. ദാറ്റ് മീൻസ് തിയററ്റിക്കലി, ഞാൻ എക്സാമ്പിൾ കാണിച്ചത് നമുക്കിവിടെ തിയറി ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. AVF will be always less than AV. The gain with the feedback or the closed loop gain will be always less than the open loop gain AV. അപ്പോൾ ചോദ്യം, ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിന് പകരം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നെങ്കിലോ? ദിസ് വാല്യൂ വിൽ ബി ആഡഡ്. ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ആഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിൽ ഫോർമുലയിൽ വരുമ്പോൾ AVF ഈക്വൽ ടു AV ഡിവൈഡഡ് ബൈ 1 മൈനസ് MV ഇൻറ്റു AV എന്നായി. ഇതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്കിന് വരുന്നത്. Or combinedly you can say AVF equal to AV divided by 1 plus or minus MV into AV. This is the general expression for the feedback amplifiers. The gain for the, here it is the voltage gain. The voltage gain is this one. അപ്പോൾ നമുക്കൊരു ആംപ്ലിഫയർ ഇതുപോലെ കൊണ്ടുവന്ന് ഇതിലേക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കിലേക്ക് മാറ്റി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ മാറ്റിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു, അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആ ഗുണങ്ങൾ 1 by 1 ആയിട്ടൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഒന്ന്, ഇതിൻ്റെ സ്റ്റെബിലിറ്റി, ഇതിൻ്റെ ഗെയിൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഈ AVF ഈക്വൽ ടു 1 പ്ലസ് MV ഇൻറ്റു AV എന്ന് പറയുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലാണ്. യു ക്യാൻ സേ, or we deliberately represent this term greater than 1. അങ്ങനെ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇത് ഈ 1 അങ്ങോട്ട് കൂട്ടി വയ്ക്കുന്നതിന് നമുക്ക് 1 അങ്ങോട്ട് കളഞ്ഞുകൂടെ, ക്യാൻസൽ ചെയ്ത് കളഞ്ഞുകൂടെ, അതിനെ ഒന്ന് എന്താ പറയുക, നെഗ്ലക്റ്റ് ചെയ്തുകൂടെ? AV ഡിവൈഡഡ് ബൈ MV ഇൻറ്റു AV എന്നാക്കിക്കൂടെ?
or 1/mv എന്ന് എഴുതിക്കൂടെ? Think about the value of this 1/mv. What is mv? It is the feedback fraction. This feedback fraction is depending on the circuit here. ഞാൻ സർക്യൂട്ട് പഠിച്ചിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ സാധാരണ ഈ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ റെസിസ്റ്റേഴ്സ് ആയിരിക്കും വരിക. അങ്ങനെ റെസിസ്റ്റേഴ്സ് മാത്രമാണെങ്കിൽ ഈ വാല്യൂ ഒരു കോൺസ്റ്റൻറ്റാണ്. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ തോന്നിയ പോലെ ഇങ്ങനെ പോവില്ല. അങ്ങനെ ഫീഡ്ബാക്ക് ഫ്രാക്ഷന് മാറ്റം വരുന്നില്ലെങ്കിൽ ഇതൊരു കോൺസ്റ്റൻ്റ് അല്ലേ? ദാറ്റ് മീൻസ് ദ ഗെയിൻ AVF ഈസ് കമ്പാരിറ്റീവ്ലി എ കോൺസ്റ്റൻ്റ്. സ്റ്റെബിലിറ്റി അതിൻ്റെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്തു. എന്ത് വന്നു? അതിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ പോലും സ്റ്റെബിലിറ്റി കൂടി. ഒന്ന്. രണ്ടാമത്തെ കേസിൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ്സ്. രണ്ടാമത്തെ നമുക്ക് പറയാവുന്നത് റിഗാർഡിങ് ദ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ആംപ്ലിഫയേഴ്സിൽ എല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്നതാണ്. എന്താണ് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക്കൽ വൈബ്രേഷൻസ്, ഇലക്ട്രിക്കൽ വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ റേഡിയോകളൊക്കെ ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ TV ഒക്കെ ഓൺ ചെയ്യുമ്പോൾ അവിടെ എവിടെയെങ്കിലും ലൈറ്റ്നിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ എന്തെങ്കിലും ഒരു മെഷീൻ ഓൺ ചെയ്യുന്നു, അതല്ലെങ്കിൽ ലൈറ്റ്നിങ് വരുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ആ ഇലക്ട്രിക്കൽ വൈബ്രേഷൻസ് അടക്കം ഇതിൻ്റെ ഉള്ളിലേക്ക് സിഗ്നലായിട്ട് കയറി വരികയും അത് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് വരും. നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ക്ലിയർ അല്ലാത്ത സിറ്റുവേഷൻ വരും. അങ്ങനെയുള്ള ഡിസ്റ്റോർഷൻസ് ഇലക്ട്രിക്കൽ ഡിസ്റ്റോർഷൻസ് ആയിട്ട് മാറുന്നു. ആ ഇലക്ട്രിക്കൽ ഡിസ്റ്റോർഷൻസ് ഇൻപുട്ട് സെക്ഷനിലേക്കാണ് വന്നതെങ്കിൽ അത് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഡിസ്റ്റോർഷൻ കൂടി വരികയാണ്. ആ ഡിസ്റ്റോർഷൻ ഈ ഫോർമുലയായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഇവിടെ പറയാൻ സാധിക്കും. dV ഡിവൈഡഡ് ബൈ 1 + mv into AV, where naturally without feedback, this is with the feedback. With the feedback the distortion is less according to this formula. അത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നതാണ്. No need of the derivation of this formula. You just remember just like this formula. It is dB divided by 1 + mv into AV. That means distortion is less. Frequency response. നമുക്കറിയാം ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ, ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ആംപ്ലിഫയറിലൊക്കെ നമ്മൾ കേട്ട് പഠിച്ചതാണ് ഫ്രീക്വൻസിയും അതിൻ്റെ ഗെയിനും തമ്മിലുള്ള ബന്ധം. ആ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ചില ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകൾക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ മുമ്പുള്ള എപ്പിസോഡുകളിൽ പഠിച്ചു. എന്തുകൊണ്ടാണ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ കപ്പാസിറ്റേഴ്സോ ഇൻഡക്റ്റേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റേഴ്സ് ഇൻഡക്റ്റേഴ്സ് എല്ലാം ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്ത് നമുക്കറിയാം 1/C omega or L omega. The reactive capacitive reactance is 1/C omega. Inductive reactance is L omega. It is directly depending on the frequency. ഈ സർക്യൂട്ടിൽ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നോർമലി റെസിസ്റ്റീവ് സർക്യൂട്ടുകളാണെങ്കിൽ ആ ഫ്രീക്വൻസിയിലുള്ള മാറ്റം ഇവിടെ വരുന്നില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഫ്രീക്വൻസി റെസ്പോൺസ് കൊണ്ട് ഇവിടെ മാറ്റം വന്നു എന്ന് വിചാരിക്കുക. എന്ത് മാറ്റം അവിടെ വരിക? ഒന്നുകിൽ കൂടുക അല്ലെങ്കിൽ കുറയുക. ഇതിവിടെ കൂടിപ്പോയി എന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും വിധത്തിൽ ടെമ്പറേച്ചർ കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കൂടിപ്പോയാൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷനും കൂടും. അതിൻ്റെ പ്രൊപ്പോർഷനാണ് ഇവിടെ വരുന്നത്. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് വരുന്ന ഇൻപുട്ടിൻ്റെ വാല്യൂ കുറയാന്നർത്ഥം. കാരണം ദ ഇഫക്റ്റീവ് സിഗ്നൽ വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, EG ആൻഡ് EF. EGയും EFും തമ്മിലുള്ള ഡിഫറൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ EFൻ്റെ വാല്യൂ കൂടി എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ കുറഞ്ഞു എന്നർത്ഥം. കാരണം ആ സർക്യൂട്ടിലേക്ക് വരുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ വാല്യൂ കുറഞ്ഞു, നാച്ചുറലി അത് കുറയും. അപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ടെമ്പറേച്ചർ കൊണ്ടോ അല്ലെങ്കിൽ ഫ്രീക്വൻസി വേരിയേഷൻസ് കൊണ്ടോ അങ്ങനെ വ്യത്യാസം വന്നാൽ ആ വ്യത്യാസം ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നാച്ചുറലി അതിൽ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ വാല്യൂ കുറയുന്നതുകൊണ്ട് ദെർബൈ ആസ് എൻ വിഷ്യസ് സർക്കിൾ ഇൻ ടേൺ ഇറ്റ് വിൽ ബി റിഡ്യൂസ്ഡ്. അപ്പോൾ അങ്ങനെയും നമുക്കൊരു ബെനിഫിറ്റ് കിട്ടി. ഫ്രീക്വൻസി റെസ്പോൺസ്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, ടെമ്പറേച്ചറായിട്ട് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ടെമ്പറേച്ചറിൻ്റെ കേസ് ടെമ്പറേച്ചറായിട്ട് വ്യത്യാസം വരുന്ന. അതുപോലെ ഇംപ്രൂവ്സ് ഇൻപുട്ട് ഇമ്പിഡൻസ് വിൽ ബി ഇൻക്രീസ്ഡ്.
ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ അത് നമുക്ക് ബെനഫിഷ്യലാണ്. സെറ്റ് ഇൻ ഇൻറ്റു 1 + MV into AV. According to this formula, Z in dash, which is the input impedance with the feedback, it will be greater than Z in, which is the input impedance without feedback. എന്തിനാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടണേന്ന് വെച്ചാൽ, എന്തിനാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടിയ? അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലേക്ക് സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് വോൾട്ടേജ് കൂടുകയും ഐസൊലേഷൻസ് നടക്കുകയും അവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് ഓവർലാപ്പ് ചെയ്ത് വരാൻ, നമുക്കറിയാം ഇൻപുട്ട് കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇമ്പിഡൻസ് കൂടിയാൽ അതിൽ വരുന്ന വോൾട്ടേജ് കൃത്യമായിട്ട് നമുക്ക് സിഗ്നലിൽ നമുക്ക് അങ്ങോട്ട് കടത്തിവിടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യൽ, ഇമ്പ്രൂവ് ചെയ്യലാണ് നോർമലി നമുക്ക് ഫോർ എ ഗുഡ് ആംപ്ലിഫയർ ഇറ്റ് വിൽ ബി ദ ബെനിഫിഷ്യൽ ഫാക്ടർ. അതുപോലെ ഡിക്രീസ് ചെയ്യുന്നു. എന്താ ഡിക്രീസ് ചെയ്യണമെന്നറിയോ? ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വിൽ ബി റിഡ്യൂസ്ഡ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് ഫോർമുല. അപ്പോൾ ഇതിലൊരു രസമുള്ളതെന്ന് വെച്ചാൽ ഈ ഫോർമുലകളൊക്കെ 1 + MV into AV or 1 into 1 + MV into AV or Z divided by this, ഇതുപോലെ എല്ലാം ഇതേ ഓർഡറിലാണ് വരുന്നത്. ഹിയർ യു ക്യാൻ സേ the output impedance is less than the previous output impedance. എപ്പോഴത്തെ വിത്തൗട്ട് ഫീഡ്ബാക്ക് എന്താണോ വാല്യൂ അതിനേക്കാളും കുറവായിരിക്കും ഇപ്പോൾ വരുന്നത്. എന്തിനാണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയണേ എന്നുള്ളത് നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സിലെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, എസ്പെഷ്യലി ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ആംപ്ലിഫയറിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ട്രാൻസ്ഫോർമർ കപ്പിൾഡ് വരുന്നത് എന്നുള്ളതാണ്. ഇമ്പിഡൻസ് മാച്ചിങ് എന്ന് പറയുന്ന ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് യു ഹാവ് ടു റിമെമ്പർ. ഇമ്പിഡൻസ് മാച്ചിങ് നടക്കണം വിത്ത് ദ ലോഡ്. മാക്സിമം പവർ, വി ഹാവ് സ്റ്റഡീഡ് ദ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഇമ്പിഡൻസ് മാച്ചിങ് നടത്തിയാൽ മതി. എന്താ പറയുക, ഈക്വലായാൽ ഈസി ആയിട്ട് പവർ ആ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വെൻ ദ ഇമ്പിഡൻസസ് ആർ കമ്പയറബിൾ. അതിനെയാണ് നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത്. മാക്സിമം പവർ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ലോഡ് ഓർ ടു ദി ഔട്ട്പുട്ട് വെൻ ദ ഇമ്പിഡൻസ് ഓഫ് ദി ലോഡ് ആൻഡ് ദ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആർ കമ്പയറബിൾ ഓർ മോർ സ്പെസിഫിക്കലി ദേ ആർ ഈക്വൽ. നാച്ചുറലി ലോഡുകൾ എസ്പെഷ്യലി ഇൻ ദ സൗണ്ട് സിസ്റ്റം, സ്പീക്കറിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഇമ്പിഡൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ലോ ഇമ്പിഡൻസായിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ലോ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇമ്പിഡൻസ് കുറഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞാൽ, ഔട്ട്പുട്ടിലെ ഇമ്പിഡൻസ് കുറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2-3 പോയിൻറ്റ്സാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യുകയും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയുകയും ഡിസ്റ്റോർഷൻ കുറയുകയും സ്റ്റെബിലിറ്റി കൂടുകയും ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്രയും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. ബട്ട് നമുക്കൊരു ദുഃഖമുള്ളത് ഇതിൻ്റെ ഗെയിൻ കുറവായിരിക്കും. ദ ഗെയിൻ വിൽ ബി റിഡ്യൂസ്ഡ്. നമ്മളത് സഹിച്ചു. എങ്ങനെ സഹിച്ചു? ഈ കാര്യങ്ങളൊക്കെ ക്വാളിറ്റി കൂടിയതുകൊണ്ട്, ആ ആംപ്ലിഫയർ സിസ്റ്റത്തിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി കൂടിയതുകൊണ്ട് അതിൻ്റെ റിഡക്ഷൻ, ഗെയിനിൽ എന്ത് റിഡക്ഷൻ വന്നാലും നമ്മൾ സഹിച്ചു. കാരണം ദ ക്വാളിറ്റി വിൽ ബി improved, the distortion is reduced, input impedance is increased, output impedance is reduced, frequency response is well, excellent, and the distortion stability is greater than the previous case. ഈ കാരണങ്ങൾ കൊണ്ട് വി ഇൻവേരിയബിളി, ഞാൻ സ്ട്രെസ് ചെയ്യുന്നു, വി ഇൻവേരിയബിളി യൂസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ഫോർ ദ സൗണ്ട് സിസ്റ്റം, ഫോർ ദ ഓൾ ദ ആംപ്ലിഫയർ സിസ്റ്റംസ്. ഇതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു പാർട്ട്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഈ കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് സർക്യൂട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന സർക്യൂട്ട്, ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഞാൻ സിമ്പിൾ സർക്യൂട്ട്, ഒരു വോൾട്ടേജ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, ബൈ ദ ബൈ കറണ്ട് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ഉണ്ട്, വോൾട്ടേജ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. നമുക്ക് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണെങ്കിൽ ഇവിടെ 2 റെസിസ്റ്റേഴ്സ് സിമ്പിളായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഹിയർ R2 R1 ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് R1? ദാറ്റ് വോൾട്ടേജ് ഈസ് സപ്ലൈഡ് ഓർ ഗിവൺ ടു ദ ഇൻപുട്ട്. എന്തായിരിക്കും അതിന് അക്രോസുള്ള വോൾട്ടേജ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ കറൻറ്റ് ഈസ്, ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ദ കറൻറ്റ്.
that current into resistance, this is the voltage across R1. That voltage is given to the input, or that is the feedback voltage. Therefore, feedback voltage by output voltage is R1 by R1 plus R2, or this is nothing but the feedback fraction. Or here in this simple circuit, if R1 is here, R1 by R1 plus R2 is the feedback fraction. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ട് ഉപയോഗിച്ച് ചെറിയൊരു പോർഷനെ ഇങ്ങോട്ടെടുത്ത് ഔട്ട്പുട്ടിൻ്റെ ഒരു ഫ്രാക്ഷന് ഒരു പോർഷന് നമ്മളെടുത്ത് ഇൻപുട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഇൻപുട്ടിലേക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ട് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറായിട്ട് യൂസ് ചെയ്യിപ്പിക്കാം. കാരണം ഈ വോൾട്ടേജ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അത് സബ്ട്രാക്റ്റ് ചെയ്യപ്പെടുകയും സിഗ്നലിൻ്റെ വാല്യൂ ഇൻപുട്ടിൻ്റെ വാല്യൂ കുറയുകയും അങ്ങനെ അത് നെഗറ്റീവ് ഫീഡ്ബാക്കായിട്ട് വർക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മളത് സർക്യൂട്ടിൽ ലബോറട്ടറികളിൽ നമ്മൾ ചെയ്യുന്നത് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിനെ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആക്കാൻ ഇങ്ങനൊരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ഇതുപോലെ നമ്മൾ ഇതാണ് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് RC, RE, CE, R1, R2 പ്ലസ് VCC. ഇവിടെ ഗ്രൗണ്ട് ചെയ്യുന്നു. ഇതെല്ലാം പിടിച്ചിങ്ങനെ ഗ്രൗണ്ട് ചെയ്തിട്ട് ഓരോന്നും ചില ബുക്കുകളിൽ ഓരോന്നും ഗ്രൗണ്ട് ചെയ്യുന്നതായിട്ട് കാണും. അതിൻ്റെ ആവശ്യമില്ല, നമുക്കെല്ലാം കൂടി ഒരുമിച്ച് ഗ്രൗണ്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ അടയ്ക്കാമ തുണികളിങ്ങനെ തൂക്കിയിട്ട മാതിരി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല, ഇതെല്ലാം കൂടി ഒരുമിച്ച് വയ്ക്കാം. ഇവിടെയാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. CC, ഹിയർ ദി ഔട്ട്പുട്ട്, ഹിയർ ദ ഇൻപുട്ട് സിഗ്നൽ. നോക്കൂ, ഇവിടെ ഒരു കപ്പാസിറ്റർ C, ഇങ്ങനെ ഒരു കപ്പാസിറ്റർ വയ്ക്കുന്നു Cin. ഇതാണ് സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോം. ദ കോമൺ എമിറ്റർ ആംപ്ലിഫയർ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് നമ്മൾ പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ ഈ ബൈപ്പാസ് കപ്പാസിറ്റർ വെക്കുന്നതിന് കാരണം ഇതിലൂടെ AC ബൈപ്പാസ് ചെയ്ത് പോയില്ല എങ്കിൽ ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കുറയുമ്പോൾ ഹിയർ ഓൾസോ ദർ വിൽ ബി എ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് വൺ. അങ്ങനെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് IC ഇൻറ്റു RC എന്ന് പറയുന്ന ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിൻ്റെ വാല്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻവേരിയബിളി എമിറ്റർ റെസിസ്റ്റൻസിന് അക്രോസ് ഒരു കപ്പാസിറ്റർ വയ്ക്കും. നമ്മളതിനെ വിളിക്കും എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. ആ ബൈപ്പാസ് കപ്പാസിറ്റർ അങ്ങോട്ട് മാച്ച് കളഞ്ഞാൽ നെഗറ്റീവ് ഫീഡ്ബാക്കായി. കാരണം ഇതില്ലെങ്കിൽ ACയുടെ ഒരു പോർഷൻ ഇതിൻ്റെ ഉള്ളിലൂടെ ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ചെയ്യുന്നത് സിഗ്നലിലേക്കാണ് വരുന്നത്. സിഗ്നലിലേക്ക് വന്നാൽ നമുക്കറിയാം ഇത് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ്. നാച്ചുറലി ഇറ്റ് വിൽ ബി സബ്ട്രാക്റ്റഡ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഈ കപ്പാസിറ്റർ ഒന്ന് മാറ്റിക്കളഞ്ഞാൽ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ട് മാറും. എനിവേ ആ സർക്യൂട്ടിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യുന്നില്ല. വി സിംപ്ലി കണക്ട് ഇറ്റ്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറും പോസിറ്റീവ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഇല്ലാത്ത അവസ്ഥയും നോക്കാൻ നമ്മളൊരു ആംപ്ലിഫയർ സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ആ ബൈപ്പാസ് കപ്പാസിറ്റർ മാറ്റിയാൽ എന്ത് കിട്ടും? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക്. വീണ്ടും ഗെയിൻ നമുക്ക് നോട്ട് ചെയ്ത ഗെയിൻ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഗെയിനാണ് നമ്മൾ ലബോറട്ടറികളിൽ നമ്മൾ സ്റ്റഡി ചെയ്യുക. വിത്തൗട്ട് ദിസ് ഓർ ദ ഓപ്പൺ ലൂപ്പ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ വി മെഷർ ആൻഡ് കമ്പയർ വിത്ത് ഡിഫറെൻറ്റ് വാല്യൂസ്, ഡിഫറെൻറ്റ് ഇൻപുട്സ്. അത് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ പാർട്ട് പഠിച്ചു കഴിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ലെറ്റ് മീ സ്വിച്ച് ഓവർ ടു ദ സ്റ്റാർട്ടിംഗ് പാർട്ട് ഓഫ് ഓസിലേറ്റേഴ്സ്, ഓസിലേറ്റർ സർക്യൂട്ട്സ്. ഓസിലേറ്റർ, വി ഹാവ് ഹേർഡ് അബൌട്ട് ദ ഇലക്ട്രിക്കൽ ജനറേറ്റേഴ്സ്. എന്താണ് ഇലക്ട്രിക്കൽ ജനറേഷൻസ്, എന്താണ് ജനറേറ്റേഴ്സ്, ആൾട്ടർനേറ്റേഴ്സ്, ഓസിലേറ്റേഴ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള വാക്കുകളാണ്. നമുക്കറിയാം നമ്മളുടെ ഇവിടെ വരുന്ന AC
ഈ എ സിയുടെ ഫ്രീക്വൻസി ഞാൻ ഏതോ ഒരു മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. എ സിയുടെ ഫ്രീക്വൻസി, നമ്മുടെ നാട്ടിലെ എ സിയുടെ ഫ്രീക്വൻസി 50 ഹെർട്സാണ്. എങ്ങനെയാണ് ഈ എ സി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാൽ പല സ്റ്റേഷനുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻസ് ആവാം, അല്ലെങ്കിൽ തെർമൽ പവർ സ്റ്റേഷൻസ് ആവാം, അല്ലെങ്കിൽ സോളാർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്റ്റേഷൻസിൽ എ സിയെ ജനറേറ്റ് ചെയ്യുന്നു. ആ എ സിയുടെ പ്രത്യേകതകൾ നമ്മളൊന്ന് ഫ്ലാഷ് ബാക്ക് പോലെ നോക്കിയാൽ അറിയാൻ സാധിക്കും. അതിൻ്റെ ഫ്രീക്വൻസി ഇറ്റ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ് 50 ഹെർട്സ്. നമ്മുടെ ലൈൻ ഫ്രീക്വൻസി, നമ്മുടെ ലൈനിലുള്ള വോൾട്ടേജ് നമുക്കറിയാം 230 വോൾട്ടേജിൻ്റെ റേഞ്ചിൽ, അല്ലെങ്കിൽ 230. അത് ഹൈ വോൾട്ടേജിൽ അവിടെ ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻസിൽ ജനറേറ്റ് ചെയ്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് 230 വോൾട്ടിലേക്ക് വരുന്നു. കറണ്ട് ഹൈ കറണ്ട്, ആംബിയൻ്റെ റേഞ്ചിൽ വരുന്ന കറണ്ട്. അങ്ങനെ ഹൈ കറണ്ട്, ഹൈ വോൾട്ടേജ്, ഫിക്സഡ് ഫ്രീക്വൻസി വരുന്ന ഇലക്ട്രിക്കൽ ഓസിലേഷൻ, we call it as the generators or alternators. Here, instead of these words, we use oscillator. Oscillator means the AC generators, but the major differences, one is ഫ്രീക്വൻസി. റിഗാർഡിങ് ഫ്രീക്വൻസി 50 ഹെർട്സ് എന്നൊക്കെ പറയുന്നതിന് പകരം വളരെ ലാർജ് ഫ്രീക്വൻസികൾ, ഈ 50 ഹെർട്സിൻ്റെ ഒക്കെ മുകളിൽ ഏത് ഫ്രീക്വൻസി വരാവുന്ന വേരിയബിൾ ഫ്രീക്വൻസി, ജിഗാ ഹെർട്സിൻ്റെയോ മെഗാ ഹെർട്സിൻ്റെ ജിഗാ ഹെർട്സിൻ്റെ അല്ലെങ്കിൽ ആ വിധത്തിൽ വരുന്ന ലാർജ് ഫ്രീക്വൻസികൾ ഓർ എനി ഡിസൈഡ് ഫ്രീക്വൻസി നമുക്ക് ഉണ്ടാക്കാം. ഈസിയാണ്, നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഫ്രീക്വൻസികളെ ജനറേറ്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ വോൾട്ടേജ് ലെവലോ കറണ്ട് ലെവലോ നോക്കിയാൽ ലോ വോൾട്ടേജും ലോ കറൻറ്റും, ഇൻ കോഴ്സ് ലോ പവറിലോ കറണ്ടിലോ വോൾട്ടേജിലോ, അങ്ങനെ നമ്മുടെ ലബോറട്ടറികളിൽ ചെറിയ സർക്യൂട്ടുകൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലുമൊക്കെ ഫ്രീക്വൻസികൾ, ഹൈ ഫ്രീക്വൻസികൾ നമുക്ക് ഉണ്ടാക്കി വിട്ടുകഴിഞ്ഞാൽ അതിന് അങ്ങനെ ഉണ്ടാക്കുന്ന സർക്യൂട്ടുകളെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദ ഓസിലേറ്റർ സർക്യൂട്ട്സ്. ആ ഓസിലേറ്റർ സർക്യൂട്ട്സിൻ്റെ മേജർ പാർട്സാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, റിഗാർഡിങ് ദ ഓസിലേഷൻസ്. ആ ഓസിലേറ്റേഴ്സിൽ നമുക്ക് നമ്മുടെ ലബോറട്ടറികളിൽ പല വിധത്തിലുള്ള ഓസിലേറ്റേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഒന്ന്, ദിസ് വൺ, ഈ വേവിന് നമ്മൾ വിളിക്കുന്ന പേര് സൈൻ വേവ്, സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ്. സിനുസോയിഡൽ മീൻസ് sine wave generators with the desired frequency. ഇതാണെങ്കിലോ സ്ക്വയർ വേവ്. അപ്പോൾ സ്ക്വയർ വേവ് ജനറേറ്റേഴ്സ് ഓർ സ്ക്വയർ വേവ് ഓസിലേറ്റേഴ്സ്. In this topic or here we have to discuss about the sinusoidal oscillators. സൈൻ വേവ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും? ആ സൈൻ വേവ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസിലേറ്റേഴ്സ് ഓർ ജനറലി സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ്. സിനുസോയിഡൽ ഓസിലേറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന ഈ വേവ്, സൈൻ വേവ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക നോക്കാം. ഉണ്ടാക്കാൻ പറ്റാനായിട്ടുള്ള ഏറ്റവും സിമ്പിൾ സർക്യൂട്ട് ഇതാണ്. ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്റ്റൻസും കൂടി ഇങ്ങനെ വയ്ക്കുക. A charged capacitor is connected with an inductance coil. A charged capacitor is connected with an inductance coil can be called as the major part of an oscillator. That circuit is called tank circuit. TANK, tank circuit. ഈ ടാങ്ക് സർക്യൂട്ടിൽ എങ്ങനെയാണ് ഓസിലേഷൻസ് വരാൻ നോക്കാം. നോക്കൂ, I have said that this capacitor is charged. സപ്പോസ് പോസിറ്റീവ് ചാർജായിട്ട് അപ്പർ പ്ലേറ്റും താഴെ നെഗറ്റീവ് ചാർജായിട്ട് ചാർജ് ചെയ്ത് വെച്ചതിന് ശേഷം കണക്ട് ചെയ്യണം. ഒരു സ്വിച്ചൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്തായിട്ട് കാണിക്കാം. ഈ ചാർജ് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യില്ലേ, ഇൻഡക്റ്റൻസ് കോയിലിലൂടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് അത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇൻഡക്റ്റൻസ് കോയിലിൻ്റെ ഡ്യൂട്ടി നമുക്കറിയാം, വെറുതെ ഇരിക്കില്ല. ഫാരഡേയ്സ് ലോസും ലെൻസസ് ലോയും വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ എന്ത് ഫ്ലക്സിന് വേരിയേഷനാണ് വരാൻ പോകുന്നത്, വരുത്താൻ ശ്രമിക്കുന്നത്, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി അവിടെ ഫോം ചെയ്യുകയാണ്. ഇറ്റ് വിൽ ട്രൈ ടു ഒപ്പോസ് ദ ചേഞ്ച്
എന്ത് ചേഞ്ച്? മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നു. ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട് വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ആൻ ഇൻഡ്യൂസ്ഡ് EMF ഇസ് ജനറേറ്റഡ്. ആ ഇൻഡക്റ്റൻസ് കോയിലിൻ്റെ ഉള്ളിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യാണ് സച്ച് ആസ് ടു ഒപ്പോസ് ദ ചേഞ്ച്. ഓർ യു ക്യാൻ സേ ദർ ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. ഈ കപ്പാസിറ്ററിലെ ചാർജ് മുഴുവനും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നു. L/di/dt എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് EMF അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. ഓർ വി ക്യാൻ സേ ദി ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ മാഗ്നറ്റിക് എനർജി. കാരണം കോയിലിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ട് വരുന്നു, മാഗ്നറ്റിക് ഫീൽഡായിട്ട് വരുന്നു, മാഗ്നറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ദി ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ മാഗ്നറ്റിക് എനർജി. അങ്ങനെ മുഴുവൻ ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്താൽ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയാൽ ഇതും വെറുതെ ഇരിക്കുമോ? ഈ ചാർജ് ഇങ്ങനെ രണ്ടറ്റം കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സായിട്ട് വരില്ലേ? ബൈ യൂസിങ് ദിസ് ഇൻഡ്യൂസ്ഡ് EMF the capacitor, the plates of the capacitor is charged or under the process of charging. കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ചാർജ് ചെയ്തതിൻ്റെ മാക്സിമം കഴിഞ്ഞാൽ നമുക്ക് പറയാം മാഗ്നറ്റിക് എനർജി കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ കപ്പാസിറ്ററിൽ നിന്ന് ഇങ്ങോട്ട് പോവുകയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. ആ സർക്യൂട്ടിൽ ചാർജിൻ്റെ ഫ്ലോ അങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് തന്നെയല്ലേ ഓസിലേഷൻസ്? ഇത് തന്നെയല്ലേ ഇലക്ട്രിക്കൽ ഓസിലേഷൻസ്? അങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ആ സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യപ്പെടാണ് ഇഫ് ദ ചാർജ്ഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് വിത്ത് ദ ഇൻഡക്റ്റൻസ് കോയിൽ. ഇതാണ് ഒരു ഓസിലേഷൻസിൻ്റെ തുടക്കം. ഓസിലേഷൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആ ഓസിലേഷൻസിൻ്റെ ഫ്രീക്വൻസി F=1/2π × LC എന്ന് പറഞ്ഞെഴുതാം. where L is the coefficient of self-inductance and C is the capacitance of the capacitor. ഇതാണ് ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. പക്ഷെ ആ ഫ്രീക്വൻസി, ആ ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ഇതിൻ്റെ തിയറി പ്രകാരം സൈൻ വേവ് ഫോമിലാണെങ്കിലും അത് കൃത്യമായിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങനെ ലോകാവസാനം വരെ ഓസിലേഷൻസ് ഉണ്ടാവില്ല. ലോകാവസാനം വരെ നമുക്കൊരു സിമ്പിൾ പെൻഡുലം അട്ടിവിട്ടാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തിയറി പ്രകാരം പഠിച്ചിട്ടുണ്ട്, വിത്തൗട്ട് ഡാമ്പിങ് ഓർ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ബോംബ് ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആ ഉണ്ടങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും ലോകാവസാനം വരെ സെയിം ആംപ്ലിറ്റ്യൂഡിൽ ആടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആടില്ല. കാരണം എയറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ആദ്യത്തെ ആംപ്ലിറ്റ്യൂഡ് ആവില്ല രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡിൽ വരിക. മൂന്നാമത്തെ ഒരു മിൽക്ക് കുറഞ്ഞു വാഷ് ഔട്ട് ചെയ്യും, വാനിഷ് ചെയ്യും. ദി ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് വിൽ ബി വാനിഷ്ഡ് വിത്തിൻ നോ ടൈം. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. ആ ഓസിലേഷൻസിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്താൽ ആംപ്ലിറ്റ്യൂഡ് ആദ്യം നല്ല ആംപ്ലിറ്റ്യൂഡ് വന്നു, പിന്നെ കുറഞ്ഞു ഈ വിധത്തിൽ പോയി. നോക്കൂ, ഇങ്ങനെ ഞങ്ങൾ കുറഞ്ഞ് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. We have studied this type of oscillations. We called it as damped oscillations. It is called damped oscillations. ഇപ്പോൾ ഡാംപ്ഡ് ഓസിലേഷൻസ് പറഞ്ഞാൽ നമുക്ക് അർത്ഥം പിടിയിട്ട് എന്തെങ്കിലും ഒരു ഡാമ്പിങ് ഫോഴ്സ് ഉണ്ട്. ഈ സർക്യൂട്ടിലാണെങ്കിൽ ആ വയറിൻ്റെ ഒക്കെ റെസിസ്റ്റൻസും ആ പാർട്ടിൻ്റെ കോയിലിൻ്റെ ഒക്കെ റെസിസ്റ്റൻസാണ് ഡാമ്പിങ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഓസിലേഷൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് വിത്തിൻ നോ ടൈം അല്ലെങ്കിൽ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അതില്ലാണ്ടാവും, ഓസിലേഷൻസ് ഇല്ലാണ്ടാവും, ചാർജ് ഇല്ലാണ്ടാവും. എവിടെ പോയി? ഒന്നും കാണില്ല. അങ്ങനെ ഒരു ഓസിലേഷൻ നമുക്ക് കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യം എന്ത്? സിനുസോയിഡൽ ഓസിലേഷൻസ് വിത്തൗട്ട് എനി ഡാമ്പിങ് ഓർ വിത്ത് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ്. വി നീഡ് ദ ഓസിലേഷൻസ്, ദ സിനുസോയിഡൽ ഓസിലേഷൻസ്. അങ്ങനെ സിനുസോയിഡൽ ഓസിലേഷൻസ് കിട്ടുന്നതിന് പകരം കണക്ട് ചെയ്ത് അപ്പം തന്നെ പോയാൽ എന്തുണ്ടാവും? അപ്പോൾ ടാങ്ക് സർക്യൂട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു, ടാങ്ക് സർക്യൂട്ടിൽ ചാർജ് ചെയ്ത് വെച്ചു, അതിന് കണക്ട് ചെയ്തപ്പോൾ ഇതാ പോയി കണ്ടില്ല. എവിടെ പോയി നമുക്കൊരു പിടിയില്ല. അപ്പോൾ we need the undamped oscillations, not damped oscillations. അപ്പോൾ ടാങ്ക് സർക്യൂട്ട് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന് പിടികിട്ടി.
അവിടെയാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെയും അതിൻ്റെ ഓക്സിലറി കമ്പോണൻസിൻ്റെയൊക്കെ റെലവൻസ് വരുന്നത്. നമുക്കറിയാം ഡാംപ്ഡ് ഓസിലേഷൻസിനെ അൺഡാംപ്ഡ് ഓസിലേഷൻസ് ആക്കണത് എങ്ങനെയാണെന്നുള്ളത്. ഒരു സിമ്പിൾ പെൻഡുലം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. ഈ ആട്ടത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ കോൺസ്റ്റൻ്റാക്കി നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഒരാളെങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം ആട്ടി, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്പീഡ് കുറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സ്പീഡ് കുറഞ്ഞു. നമുക്കതേ ആംപ്ലിറ്റ്യൂഡിൽ ആട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ പതുക്കനെ ഇവിടേക്ക് ആടി ഇവിടെ എത്തുമ്പോൾ പതുക്കനെ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ അതേ ആംപ്ലിറ്റ്യൂഡിൽ പോകും. ഫോഴ്സ് കൂടിയാൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മോന്തൊക്കെ ആയിരിക്കും വരിക. അതല്ലെങ്കിൽ കറക്റ്റ് ആംപ്ലിറ്റ്യൂഡാണെങ്കിൽ ആ ആടി വരുന്ന ഊഞ്ഞാൽ അരികത്തെത്തുമ്പോഴാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. കറക്റ്റ് ടൈമിങ്ങിൽ, കറക്റ്റ് എനർജിയിൽ, കറക്റ്റ് ഫേസിൽ വി അപ്ലൈ ദ റിക്വയർഡ് എനർജി, ദ കോൺസ്റ്റൻറ്റ് എനർജി ടു കീപ് ദ ഓസിലേഷൻസ് വിത്ത് ദ സെയിം ഓർ വിത്ത് ദ കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ നമ്മൾ ഇതുപോലെ കുറച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. എനർജി ലോസിനെ കോമ്പൻസേറ്റ് ചെയ്താൽ മതി. ഓരോ ഓസിലേഷൻസിലും വരുന്ന എനർജി ലോസിനെ ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ വി ക്യാൻ കീപ് ദ ഡാംപ്ഡ് ഓസിലേഷൻസ് ആസ് ഓർ വി ക്യാൻ കൺവേർട്ട് ആസ് ദ അൺഡാംപ്ഡ് ഓസിലേഷൻസ് ഓർ ഹാവിങ് ദ കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. അത് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഓസിലേറ്റർ സർക്യൂട്ട്, ദ ട്രാൻസിസ്റ്റർ ആൻഡ് ഇറ്റ്സ് ഓക്സിലറി കമ്പോണൻസ്. അവിടെയാണ് നമുക്ക് ഈ സർക്യൂട്ടിൽ ട്രാൻസിസ്റ്ററിൻ്റെ ആവശ്യം വരിക. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ പ്രസക്തി. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 180 ഡിഗ്രി അല്ലെങ്കിൽ 280 വരുമ്പോൾ 360 ഡിഗ്രിയിൽ സെയിം ഫേസിൽ ആ സിഗ്നലിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു? ആഡ് ചെയ്യാവുന്ന വിധത്തിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് അഡീഷണൽ നമ്മൾ ഉണ്ടാക്കി ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ കൊടുക്കുന്നു. ഓർ ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് സപ്ലൈഡ് ടു ദ ഇൻപുട്ട് വിത്ത് ദ സെയിം ഫേസ് ഓർ വി സപ്ലൈ ദ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ ഇവിടെ എന്ത് ലോസാണോ ഔട്ട്പുട്ടിൽ സംഭവിക്കുന്നത് ആ ഔട്ട്പുട്ടിൽ വരുന്ന ലോസിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം അത് ആഡ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ആഡ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയെ നമ്മളൊന്ന് ജനറലൈസ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രീം കേസിലേക്കൊന്ന് ചിന്തിച്ചാൽ ഇൻപുട്ടില്ലാതെയും നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാം. തിങ്ക് AVF equal to AV divided by 1 minus MV into AV. Suppose MV into AV equal to 1. What will happen? ഇത് 1 ആയാൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ മൈനസ് ആണ് ഇവിടെ വരുന്നത്. 1 minus 1 0. ഇത് ഇൻഫിനിറ്റി ആയിട്ട് വന്നു. വിത്ത് ഫീഡ്ബാക്ക് ദ ഗെയിൻ വിൽ ബി ഇൻഫിനിറ്റി. അങ്ങനെ അങ്ങോട്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നൊരവസ്ഥ ഇതില്ല. അതിനെ നമ്മളൊന്ന് ഇൻ്റർപ്രെറ്റ് ചെയ്ത് നോക്കിയാൽ ഇൻഫിനിറ്റി ഗെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻപുട്ട് കൊടുത്താൽ പോലും മാക്സിമം ഇൻഫിനിറ്റി വോൾട്ടേജ് വരാണ്. ചെറിയൊരു ഇൻപുട്ട് കൊടുത്താൽ പോലും എന്നുള്ളത് ഞാൻ ഒന്ന് പിൻവലിക്കുന്നു. ഇൻപുട്ട് കൊടുത്തില്ലെങ്കിലും ഔട്ട്പുട്ട് ഉണ്ടാകുന്നു. ചെറിയൊരു ട്രിഗർ ആ സർക്യൂട്ടിൽ എങ്ങനെയെങ്കിലും വന്നാൽ പോലും നല്ലൊരു ഔട്ട്പുട്ട് ഫോം ചെയ്യാണ്. അങ്ങനെ വരുന്ന ഒരവസ്ഥയാണ് ഇത് വരുന്നത്. ഓർ ഓസിലേറ്റർ സർക്യൂട്ടിൽ സ്ട്രെസ് ചെയ്യുന്നൊരു പോയിൻ്റാണ് ദർ ഈസ് നോ ഇൻപുട്ട്. വിത്തൗട്ട് എനി ഇൻപുട്ട് വി ഗെറ്റ് ഔട്ട്പുട്ട്. വിത്തൗട്ട് എനി ഇൻപുട്ട് വി ഗെറ്റ് ഔട്ട്പുട്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ വയലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫിസിക്സ് ചിന്തിക്കുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. No AC is there, no signal is there, but we get AC. How? We know energy can neither be created nor be destroyed. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാൻ സാധിക്കില്ല, ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ എവിടെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. Here in these oscillator circuits actually the direct voltage is converting, or DC energy is converting into the AC energy. There is no AC signal input as input.
no input, but there is DC. That DC biasing, ആ ഡി സി ബയാസിങ്ങിൽ വരുന്ന വോൾട്ടേജ് ആണ് കൺവേർട്ട് ചെയ്ത് എ സി ആയിട്ട് മാറുന്നത്. ഓർ ഇൻ ഷോർട്ട്, ദിസ് ഈസ് ഓൺലി എ കൺവേർട്ടർ, എ ഡി സി ഇൻ ടു എ സി, കൺവേർട്ടിങ് ഡി സി എനർജി ഇൻ ടു എ സി എനർജി. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് നമ്മളെടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പൊളാരിറ്റി ആയിട്ട് പ്ലസ് ബി സി സിയോ മൈനസ് ബി സി സിയോ ഒക്കെ കൊടുക്കുന്ന ആ വോൾട്ടേജിൻ്റെ ഒരു പോർഷനാണ് ഇവിടേക്ക് എടുത്ത് കൊണ്ടുവരുന്നത്. അല്ലാതെ എനർജി വെറുതെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എനർജി കൊണ്ടുവരുന്നതല്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഒരു ഓസിലേഷൻ്റെ പോസിറ്റീവ് ഫീഡ്ബാക്കാണ് കേട്ടോ. ഓസിലേറ്റേഴ്സ് ആർ ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. Then positive feedback amplifiers, when this condition is satisfied, it will act as an oscillator. No input is required. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബാർക്ക്ഹൗസൻ ക്രൈറ്റീരിയൻ. ബാർക്ക്ഹൗസൻ ക്രൈറ്റീരിയൻ. ബാർക്ക്ഹൗസൻ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ എ വി ഈക്വൽ ടു 1/mv ഓൾ എം വി ഇൻറ്റു രണ്ടൊന്ന് തന്നെ കേട്ടോ. എ വി ഈക്വൽ ടു 1/mv ഓർ എം വി ഇൻറ്റു എ വി ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എൻ ഓസിലേറ്റർ. നമുക്ക് പല വിധത്തിലുള്ള ഓസിലേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആ പഠിക്കാനുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും കണ്ടീഷൻ ഇതാണ്. കണ്ടീഷൻ, രണ്ട് കണ്ടീഷൻസ്. ഒന്ന്, ഇറ്റ് ഷുഡ് ബി having positive feedback. Second, the Barkhausen criterion should be satisfied. ഈ Barkhausen ക്രൈറ്റീരിയൻ്റെ കേസിൽ നമുക്കൊന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ഇതിൽ ഒരു 0.1 വോൾട്ട് ഇൻപുട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുമോ. നമുക്കതിൽ അതിൻ്റെ എ വിയുടെ വാല്യൂ 100ഉം എം വിയുടെ വാല്യൂ 0.01 ആണെങ്കിൽ എം വി ഇൻറ്റു എ വി എന്ന് പറയുന്നത് 1 ആണ്. 1 കിട്ടി. അപ്പോൾ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ ഇത്രയാണെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് 10 വോൾട്ട് കിട്ടും. ഔട്ട്പുട്ടിൽ 10 വോൾട്ടാണ് ഇവിടെ കിട്ടുന്നത്, വി ഒ ഇല്ലേ, ഇൻറ്റു 100. ഇപ്പോൾ ഇതിനെ 10 കൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എത്രയായിരിക്കും വരിക? ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇ എഫ് ഈക്വൽ ടു എം വി ഇൻറ്റു ഇ ഒ. എം വി എന്ന് പറയുന്നത് 0.01. 0.01 ഇൻറ്റു 1 ഇൻറ്റു 10, ദാറ്റ് ഈസ് 0.1. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 0.1 വോൾട്ട് ഇങ്ങോട്ട് വരുന്നു. ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഓൾറെഡി ഗിവൺ ഇൻപുട്ട്സ്. അപ്പോൾ 0.1 വോൾട്ട് കൊടുത്തു. ആ 0.1 കൊടുത്തപ്പോൾ ഇങ്ങോട്ട് വന്ന് 10 വോൾട്ടായി. വീണ്ടും അതിൽ നിന്ന് 0.1 ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ ഈ 0.1 ഇല്ലെങ്കിലും ഇൻപുട്ടിൽ 0.1 ഫീഡ്ബാക്ക് പോലെ വന്ന് കിട്ടുകയാണ്. അപ്പോൾ വൺസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഉണ്ടെങ്കിൽ, ചെറിയ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ മാത്രം മതി, അത് സ്റ്റാർട്ട് ചെയ്യപ്പെടും. പിന്നെ ഫീഡ്ബാക്ക് ഫ്രാക്ഷനാണ് അതിൻ്റെ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം ആ ഫീഡ്ബാക്ക് ഫ്രാക്ഷനാണ് ആക്ച്വൽ ഇൻപുട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ആക്ച്വൽ ഇൻപുട്ട് 0 ആണെങ്കിലും ദാറ്റ് മീൻസ് ദർ ഈസ് എൻ ഇൻപുട്ട് വിച്ച് ഈസ് സെയിം ആസ് ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. അപ്പോൾ ദാറ്റ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് ആക്ടിങ് ആസ് the input, again the output, and so on. That means without any input there is an output. അപ്പോൾ നമുക്ക് അതുപോലെ ആക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ടാങ്ക് സർക്യൂട്ടിൽ നമുക്ക് ഏതൊക്കെ സർക്യൂട്ടുകൾ നോക്കാം. സർക്യൂട്ടുകൾ ഓരോ ടൈപ്പിൽ എന്താണ് വരിക നോക്കാം. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് എസെൻഷ്യൽ പാർട്ടാണ്. ടാങ്ക് സർക്യൂട്ട് എസെൻഷ്യൽ പാർട്ടാണ്. നെഗറ്റീവ് ഫീഡ്ബാക്കിന് പകരം പോസിറ്റീവ് ഫീഡ്ബാക്കാണ് യൂസ് ചെയ്യേണ്ടത്. ബാർക്ക്ഹൗസൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്കൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ടിനെ ഓസിലേറ്റർ സർക്യൂട്ടാക്കി മാറ്റാൻ സാധിക്കും. ആ ഓസിലേറ്റർ സർക്യൂട്ടിൽ എന്തൊക്കെയാണ് ഫീഡ്ബാക്കിന് ഉപയോഗിക്കുന്നത്, ഏത് ടൈപ്പ് ഫീഡ്ബാക്കാണ് യൂസ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ ക്ലാസിഫൈ ചെയ്ത് ഒരു 4-5 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഓസിലേറ്റേഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 50 ഹെർട്സിൻ്റെ അല്ല, കിലോ ഹെർട്സിൻ്റെ, മെഗാ ഹെർട്സിൻ്റെയോ കേസിൽ, ജിഗാ ഹെർട്സിൻ്റെയും കേസിൽ വരുന്ന ഏത് ഫ്രീക്വൻസിയും ജനറേറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനം. ജനറേറ്റ് ചെയ്താൽ പോരാ, അത് സസ്റ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി ഒരു ഓസിലേറ്റർ ഡിസൈൻ ചെയ്താൽ, depending on the capacitor, depending on the inductance, we have a particular frequency as the output. The sinusoidal, square wave allata parayna sinusoidal oscillators.
അത്രയും പാർട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഏതൊക്കെ ടൈപ്പുള്ള ഓസിലേറ്റേഴ്സാണ് നമുക്ക് പഠിക്കുന്നത്, അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ആംപ്ലിഫയർ വന്നു, ആംപ്ലിഫയറിൻ്റെ മൾട്ടി സ്റ്റേജ് വന്നു, അപ്പോൾ അതിന് ഇമ്പിഡൻസ് മാച്ചിങ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. ആംപ്ലിഫയറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് പഠിച്ചു. ആ നെഗറ്റീവ് ഫീഡ്ബാക്കും അവിടെ നിർത്തിയിട്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് പഠിച്ചു. പോസിറ്റീവ് ഫീഡ്ബാക്ക് എങ്ങനെ നമുക്ക് സർക്യൂട്ടിലേക്ക് കൊണ്ടുവന്ന് ഓസിലേറ്റർ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഓസിലേറ്റേഴ്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ഓസിലേറ്റേഴ്സ്. ഓക്കെ, ബൈ.